നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് കേട്ടോ. എല്ലാവരും സൂപ്പറാണെന്ന് പറഞ്ഞു, വളരെ സന്തോഷം. എല്ലാ പാക്കും സൂപ്പറാണ് കേട്ടോ. കാരണം ഞാൻ എല്ലാം തേക്കുന്ന പാക്കുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ഒരെണ്ണം പോലും തേക്കാത്തയില്ല. ഞാൻ ഓരോന്ന് മാറി മാറി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും. നല്ല റിസൾട്ടുമാണ്, 100% നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ടുമാണ്. മുടി ഊരിപ്പോക്ക് നിൽക്കാൻ വേണ്ടിയിട്ടും മുടി വളർച്ചയ്ക്കും സിൽക്കി ഹെയറിനും അതുപോലെ മുടിയുടെ കായ്ക്കും പിന്നെ സ്പ്ലിറ്റ് എൻഡും ഇതെല്ലാം മാറാൻ പറ്റുന്ന സ്കാൽപ്പിനെ ഹെൽത്തി ആക്കാൻ പറ്റിയതുമായിട്ടുള്ള എല്ലാത്തരം ടിപ്സുമാണ് മാറി മാറി പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് മാറി മാറി യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഗുണം കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തലമുടിയിൽ നമ്മൾ കെമിക്കലായിട്ട് വരുന്ന ഒരു സംഭവം യൂസ് ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അപ്പോൾ അവരത് പറയണമുണ്ട്, കൂടുതൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള അവർ തരുന്ന ഷാമ്പു ഉപയോഗിക്കാവൂ എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ വലിയ കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നാൾ അപ്പോൾ അവർ ആദ്യമേ തന്നെ പറയും, ഞങ്ങൾ പറയുന്ന അതേ സംഭവങ്ങൾ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ മുടി ആദ്യം എങ്ങനെയാണോ അതേ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ഇത് മുടി ശരിക്കും കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വിടും. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റണം എന്നില്ല. പിന്നെ അതിൻ്റെ ഫലമായിട്ട് മുടിയൊക്കെ കൂടുതൽ പൊട്ടിപ്പോകുന്നവരെ എനിക്കറിയാം. അങ്ങനെ കുറേ അനുഭവം അവർ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പോവാതെ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ആയുർവേദ ചെടികൾ ഉപയോഗിച്ചും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സംഭവങ്ങളൊക്കെ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഭംഗിയായിട്ട് മുടി കൊണ്ടുപോയി നടക്കാൻ പറ്റും. ഹെയർ പാക്കും ഹെയർ മാസ്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഫേസ് പാക്ക് ആണെങ്കിലും അതെ കേട്ടോ. മുഖത്ത് കുരുവൊക്കെ ഉണ്ടായിട്ട് കുരു പൊട്ടിച്ച് കളഞ്ഞിട്ട് കറുത്ത കറുത്ത പാടുകൾ വരുന്നു, ചിക്കൻ ബോക്സ് ഒക്കെ വരുന്ന പോലത്തെ പാടുകൾ ഉണ്ടായിട്ട് ഡോക്ടറെ കാണാൻ, ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയിട്ട് പറ്റാത്തവർ നമ്മൾ പറഞ്ഞു കൊടുത്ത ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് നമ്മൾ ഇരട്ടി മധുരത്തിൻ്റെ ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഫേസ് പാക്കിൻ്റെ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു കാണൂ കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ കുരു പൊട്ടിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ അതും നല്ല അനുഭവമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഇരട്ടി മധുരം എന്ന് പറയുമ്പോൾ ലൈക്കോറൈസ് അതിൻ്റെ ജെല്ലാണ് കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നത്. അതും ഇതുപോലെ സ്കിന്നിനൊക്കെ നല്ലതാണ്, സ്കാൽപ്പിന് നല്ലതാണ്, മുടി വളരാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള കറുത്ത പാടുകൾ, കുരു വന്ന് പൊട്ടിച്ച് നിറച്ച് പാടുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഇതുപോലെ ഈ ഇരട്ടി മധുരം കൂട്ടിയ ഫേഷ്യലാണ് കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഡോക്ടറെ കാണാതെ മരുന്ന് കഴിക്കാതെ ഒക്കെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ മുടി ഊരി പോണതിനും ഡോക്ടറെ കാണണമെന്നില്ല കേട്ടോ. ഡോക്ടറെ കാണണ്ട, ഉള്ളിൽ മരുന്ന് കഴിക്കണ്ട, എണ്ണകൾ പരസ്യത്തിൽ കാണുന്ന എണ്ണകൾ തേക്കണ്ട. അതല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ മുടി സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. അത് നമ്മുടെ ഫാമിലിയിൽപ്പെട്ട കുറച്ച് പേർക്കൊക്കെ അറിയാം. അവരൊക്കെ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവർ കമൻറ്റിലൂടെ അവരുടെ റിസൾട്ട് പറഞ്ഞു തരാറുണ്ട്. റിസൾട്ട് വന്നതൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമുക്ക് വേറെ അനാവശ്യമായിട്ട് പൈസയൊന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പം ഞാനതാ പറയുന്നത്, നമ്മൾ സോപ്പ് ഷാമ്പു ഒന്നും ഉപയോഗിക്കണ്ട കേട്ടോ. ഇതൊന്നും ഉപയോഗിക്കാതെ തന്നെ, അതിലെന്തായാലും കെമിക്കൽ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ മുടി ഇതുപോലെ ഹെയർ ഫോളിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഹെയർ സ്റ്റേജസ് ഉണ്ട്, സൈക്ലിംഗ് 3 സ്റ്റേജസ് ആണ്. അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കണ്ടു നോക്കും. അപ്പോൾ ഒരു ദിവസം 100 മുടി വരെ ഊരിപ്പോകുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാനിപ്പോൾ പറയുന്നത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ വീഡിയോസ് എല്ലാം. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മുടിയെ സംരക്ഷിക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്.
അതുകൊണ്ടിട്ടാണ് കേട്ടോ. കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ എല്ലാവരിലും പകർന്നു കൊടുക്കുന്നത്. അത് കാരണം നമുക്ക് 100% വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഈ ഒരുപാട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മുടിയിൽ ടെക്സ്ചർ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ അതനുസരിച്ചിട്ട് മാറി മാറി നമുക്ക് ടിപ്സ് ഉപയോഗിക്കാം. ചിലർക്ക് ചില ടിപ്സ് ഉപയോഗിക്കുമ്പോൾ അതിനേക്കാളും ഭംഗിയായിട്ട് വേറെ ടിപ്സ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ മാറ്റി ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്ന ടിപ്സ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം നിങ്ങളത് സന്തോഷമായിട്ടും വളരെയധികം വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കൂടുതൽ എണ്ണകൾ അധികമൊന്നും തേക്കണ്ട. എണ്ണ തേക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യിക്കാം. പിന്നെ നമ്മളുടെ ഈ ഹെയർ മാസ്കിലൊക്കെ നമ്മൾ എണ്ണയൊക്കെ ചേർക്കുന്നുണ്ട്, ഓയിലുകളൊക്കെ ചേർത്തിട്ടുള്ള പാക്ക് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി എണ്ണ വേണമെന്നില്ല. അഥവാ എണ്ണ തേച്ചാലും തൊട്ട് എടുത്തിയാൽ മതി. ചിലർ ഇങ്ങനെ എണ്ണ എടുത്തിട്ട് നെറുകിൽ പൊത്തും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അല്പം കയ്യിലെടുത്തിട്ട് വിരൽ കൊണ്ട് മസാജ് ചെയ്ത് തേക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ പാക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് ചെയ്യാം. ഹെയർ മാസ്കിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഗ്രേറ്റ് ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ടിപ്സാണ് ഇത് ഫ്ലാക്സീഡ്. അപ്പോൾ ഫ്ലാക്സീഡ് കൊണ്ടുള്ള ജെല്ല് അതും വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഫ്ലാക്സീഡ് നമ്മൾ ജെല്ലെടുക്കുന്നത് ഫ്ലാക്സീഡിൽ നിന്നും. അപ്പോൾ ഫ്ലാക്സീഡ് എന്ന് പറഞ്ഞാൽ ഹെയർ മാസ്കിൻ്റെ ബേസാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെയധികം ഭംഗിയായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന സംഭവമാണ്. ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുമ്പോഴത്തേക്കും സ്കാൽപ്പിനെ ഹെൽത്തി ആക്കും. പിന്നെ ഫോളിക്കിൾസ് എല്ലാം ഓപ്പൺ ആവും. ഫോളിക്കിൾസ് ഓപ്പൺ ആയാൽ തന്നെ ഹെയർ ഗ്രോത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ കൂടാതെ നമ്മുടെ മറ്റുള്ള മാസ്ക് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ ചെടികൾക്ക് വളമിടുന്ന പോലെ വളവും നമ്മൾ ഇടുന്ന പോലെ വരുന്ന ആ ബേബി ഹെയറിന് വേണ്ട പ്രോട്ടീൻസും കാര്യങ്ങളും വിറ്റാമിൻസ് കാൽസ്യം ഇതെല്ലാം നമുക്ക് നമ്മുടെ പാക്കിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. കൂടാതെ അകത്തേക്ക് ഉള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണ്, അധികം വലിയ ഇതൊന്നുമല്ല, വില കുറഞ്ഞ നോക്കി സെലക്ട് ചെയ്തോളൂ. മത്തങ്ങ വില കുറവാണ്. മത്തങ്ങ നമ്മുടെ വെജിറ്റബിൾ എടുത്തോളൂ. മത്തങ്ങ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ്. അപ്പം മത്തങ്ങ വെറുതെ പുഴുങ്ങിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ അത് ഉൾപ്പെടുത്തിയാൽ മതി മത്തങ്ങ കേട്ടോ. ഇങ്ങനെ നമുക്കത് അകത്താക്കണം. ആഫ്രിക്കയിലെ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ അനാഥാലയത്തിൽ അവർ കൊടുക്കുന്നത് ഈ മത്തങ്ങ വലിയ വലിയ കഷ്ണങ്ങളാക്കി പുഴുങ്ങിയിട്ട് അവരുടെ പാത്രത്തിൽ ഓരോ കഷ്ണം വീതം മത്തങ്ങയാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് വളരെയധികം പ്രോട്ടീനുമാണ് മത്തങ്ങ കേട്ടോ. അപ്പം നമ്മളും അത് കഴിക്കാം. മത്തങ്ങ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് നല്ല സ്കിന്നിനൊക്കെ നല്ല എന്താ പറയുക, നല്ല ഹെൽത്തി ആയി കിട്ടും. നമുക്ക് നമ്മുടെ സ്കിന്ന് നല്ല മിനുസമുള്ളതാകും, നല്ല തിളങ്ങുന്നതാകും. അതേപോലെ സ്കാൽപ്പിലുള്ള പ്രശ്നങ്ങൾ, സോറിയാസിസ് ഇന്നലെ പറഞ്ഞല്ലോ, അതും പിന്നെ താരൻ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഭംഗിയായിട്ട് കൊണ്ടുപോകും. അപ്പോൾ അത് വില കുറവാണ്. അപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാം. പിന്നെ ക്യാരറ്റിന് ഇപ്പോൾ വില കൂടുതലാണ്. അപ്പോൾ ബീറ്റ്റൂട്ട് മാറി ഉപയോഗിക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഓരോ ക്യാരറ്റ് ഉപയോഗിച്ചാലും മതി ഓരോ ദിവസം. അപ്പം അങ്ങനെ അത് ചെയ്യാം. പിന്നെ ഫ്രൂട്ട്സിലാണെങ്കിൽ പപ്പായ വില കുറവാണ്. മിക്കവരുടെ വീട്ടിൽ കാണും പപ്പായ, അല്ല പപ്പങ്ങ എന്നൊക്കെ പറയും. അപ്പോൾ അത് നമ്മൾ കഴിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള വില കുറഞ്ഞ രീതിയിലുള്ള ഐറ്റംസ് നോക്കാം, എന്നിട്ട് നമുക്കത് കഴിക്കാൻ പറ്റും. പിന്നെ അതുപോലെയുള്ള മറ്റുള്ള പഴങ്ങൾ അതെല്ലാം കഴിക്കാം. പഴം അകത്ത് കഴിക്കുന്നതോടുകൂടി നല്ല നേന്ത്രപ്പഴം പഴുത്തത് അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പപ്പങ്ങയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലെല്ലാം ഒലിവ് ഓയിൽ ചേർത്തിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഒരു ബോട്ടിൽ എന്തായാലും ഒലിവ് ഓയിൽ മേടിച്ച് വെച്ചാൽ നമുക്ക് പല തരത്തിൽ ഇതുപോലെ പാക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമുക്ക് നമ്മുടെ ഹെയർ മാസ്കിൽ ബേസ് ആയിട്ടുള്ള നമുക്ക് നമ്മുടെ ഫ്ലാക്സ് സീഡ് കേട്ടോ, ഇതിന് ചണവിത്ത് എന്ന് പറയും. ഇത് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം ചണവിത്ത്. അപ്പം നമ്മൾ ഇത് എടുക്കുന്നതിന് മുമ്പ് അല്പനേരം വെള്ളത്തിൽ കുതിർത്തി വെക്കുക. കുതിർത്തി വെച്ചിട്ട് ഇത് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചൂടാക്കി കൊണ്ടിരിക്കുക. കുറച്ച് നേരം ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ജെല്ലെല്ലാം പൊട്ടി പുറത്തേക്ക് വരും.
പുറത്തേക്ക് വന്ന് ഇങ്ങനെ തിളച്ച് തിളച്ച് വരുമ്പോൾ നമുക്കറിയാം. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നൂല് പോലെ വന്നതാണ് ജെൽ പരുവം ആകുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതായി കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് അരിച്ചെടുക്കാൻ മതി. അരിച്ചെടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഇതിൻ്റെ യൂസ് അറിയാമല്ലോ, ഫ്ലാക്സ് സീഡ്. അതിനകത്ത് നമ്മുടെ ഒലിവ് ഓയിലുണ്ട്, എന്നും തേക്കുന്ന ഒലിവ് ഓയിൽ. ഒരു 10 ml ഒലിവ് ഓയിൽ ആ ഫ്ലാക്സ് സീഡിൽ ഒഴിക്കാം. ഫ്ലാക്സ് സീഡ് ജെല്ലെടുത്തതിന് ശേഷം ഇതുപോലെ 10 ml ഒലിവ് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ജെല്ലും ഒലിവ് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ തലോട്ടിലും റൂട്ടിലും ഹെയറിലും എല്ലാം തേച്ച് പിടിപ്പിക്കാം. നമുക്ക് നല്ല റിസൾട്ടാട്ടോ. ഹെയർ ഫോളൊക്കെ ഞാൻ മറ്റേ പൊട്ടറ്റോ പീലിൻ്റെ പറഞ്ഞല്ലോ, പൊട്ടറ്റോ പീലും പിന്നെ ഒലിവ് ഓയിലും ചേർത്തത് പറഞ്ഞാൽ നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞു എനിക്കത് നല്ല റിസൾട്ടാണ്, ഞാൻ മുടി കൊഴിച്ചിലൊക്കെ നിന്നു, അതുകൊണ്ട് നല്ല ഇതാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് തേക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും നല്ല സൂപ്പറായിട്ടുള്ള ഹെയർ മാസ്കാണ് ഈ ഫ്ലാക്സ് സീഡിനോട് കൂടി അതിൻ്റെ ജെല്ലെടുത്തിട്ട് ജെല്ലിൽ 10 ml ഒലിവ് ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് തലയോട്ടിലും തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ, കൂടുതൽ നേരം നിൽക്കാൻ പറ്റുന്നവർ അങ്ങനെ നിൽക്കാം. എന്നിട്ട് 1 മണിക്കൂറൊക്കെ നിൽക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. പിന്നെ നീർപ്പിടുത്തുള്ളവർ രാസനാദിപ്പൊടി അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ മുരിങ്ങ ജ്യൂസ് ഉണ്ടല്ലോ, മുരിങ്ങയിലയുടെ നീരെടുത്തിട്ട് അതിൽ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് രാസനാദിപ്പൊടി മിക്സ് ചെയ്തിട്ട് തല തേക്കാം. നിറയെ തേച്ചിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. അപ്പോഴും നീർപ്പിടുത്തമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് തേച്ചിട്ട് 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളഞ്ഞോളൂ. ഉണങ്ങിക്കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല ഭംഗിയാവും. ഒലിവ് ഓയിൽ, കറ്റാർവാഴ ഒലിവ് ഓയിലും പറഞ്ഞു തന്നിരുന്നു. അത് ഇതുപോലെ മുടി നല്ല ബ്ലാക്ക് പോലെ വരുന്നത്, നല്ല സിൽക്കി ആയിരിക്കും, ബ്ലാക്ക് ആയിരിക്കും. നല്ല പറഞ്ഞാൽ മനസ്സിലാവില്ല, നമുക്ക് അനുഭവിച്ച് തന്നെ അറിയാൻ പറ്റും. അതും റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. അതിൽ മുടി വളരും ചെയ്യും കേട്ടോ. ഇതുപോലെ ഒരു കൂട്ടർക്ക് മുടി ഇല്ലാത്ത ഫോട്ടോ അയച്ചു വന്നു. പിന്നെ അതിനുശേഷം ഈ നമ്മുടെ കറ്റാർവാഴയും ഒലിവ് ഓയിലും തേച്ചിട്ടുള്ള പാക്ക് അത് തേച്ചിട്ട് ശേഷം മുടി വന്നതിൻ്റെ ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ അതാണ് 100% വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഫ്ലാക്സ് സീഡും ഒലിവ് ഓയിലുമാണ്. അപ്പോൾ പിന്നെ ഇതിൽ നിന്ന് ജെല്ലെടുക്കേണ്ടത് കാണിച്ചു തന്നിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ കൂടുതൽ ഞാനത് കാണിച്ചു തരുന്നില്ല എന്നേ ഉള്ളൂ. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് അതിനോടുകൂടി ഒലിവ് ഓയിലും ചേർത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. നല്ല റിസൾട്ടായിരിക്കും. മുടി വാഷ് ചെയ്ത് കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നല്ല ഫീലിംഗ് ആയിരിക്കും. നമുക്ക് മുടി കൊഴിച്ചിലും നിൽക്കും കേട്ടോ. ഇത് വളരെ നല്ല പാക്കാണ്. എല്ലാവരും ഇത് യൂസ് ചെയ്യണം. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കണം. സ്ട്രെസ്സ്, ടെൻഷനൊന്നും ഇല്ലാതെ ഇരിക്കുക. കൂടുതൽ ടെൻഷൻ വരുമ്പോൾ തന്നെ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും അല്ലേ. ബ്ലഡ് ചൂടാവുമ്പോൾ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. അതുപോലെ കഫത്തിൻ്റെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാവും. പനി ഒക്കെ വന്നവർ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. കാരണം കഫം കൂടുമ്പോൾ ജലാംശം, അതുപോലെ പനിയൊക്കെ വരുമ്പോൾ ജലാംശമൊക്കെ നഷ്ടപ്പെട്ട് നമുക്ക് മുടി കൊഴിച്ചിൽ കൂടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കുക. മുടി എപ്പോഴും നമുക്ക് ശരീരത്തിൽ ജലാംശം കൂടുതൽ വേണം. അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്കാൽപ്പിനെയും ബാധിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. പറ്റുമെങ്കിൽ ചെമ്പരത്തിപ്പൂ ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുക. അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെമ്പരത്തിയുടെ ഗുണങ്ങൾ എന്താണ്, ചെമ്പരത്തി ഇട്ട് വെള്ളം കുടിക്കണം ഡെയിലി, നല്ലതാണ് കേട്ടോ. എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഉണ്ട്, കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചോളൂ. മുടി കൊഴിച്ചിലൊക്കെ മാറും കേട്ടോ. നമ്മളുടെ ഫാമിലിയിൽ വന്ന പിന്നെ ആർക്കും മുടി കൊഴിച്ചിലുണ്ടെന്നുള്ളൊരു സങ്കടവും വേണ്ട കേട്ടോ. പിന്നെ പോകുന്ന മുടി പൊക്കോട്ടെ, അത് നാച്ചുറലായിട്ട് പോകുന്നത് പൊക്കോട്ടെ. അല്ലാത്ത ഒരുപാട് 100 മുടിയിലൊക്കെ കൂടുതൽ പോവുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. കാരണം പല അസുഖങ്ങളുണ്ട്. തൈറോയിഡ് ഉണ്ടാവും, പൈൽസ് ഉണ്ടാവും, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവും, അങ്ങനെ അതുപോലെ വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടാവും, കുറേ അസുഖങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്താണോ പ്രശ്നം എന്ന് നോക്കിയിട്ട് അതിന് മരുന്ന് വാങ്ങിച്ച് കഴിക്കാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ്. പിന്നെ സിട്രസ് കൂടിയ ഫ്രൂട്ട്സ് അതൊക്കെ കഴിക്കാം കേട്ടോ. പൈനാപ്പിൾ കഴിക്കാം. നമുക്ക് ഇതൊക്കെ ഒരുപാട് വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ.